ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നല്ലൊരു അടിപൊളി ഡിന്നർ കോംബോ ആണ് കാണിക്കുന്നത്. ഡിന്നറായിട്ടും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വെറൈറ്റി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ സിമ്പിളായിട്ടുള്ള ബട്ടർ പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് അതിലേക്കുള്ള മാവിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ആമീസ് ബ്രാൻഡിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പച്ചവെള്ളത്തിൽ കുഴക്കുന്ന അരിപ്പൊടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞെടുക്കും. അപ്പോൾ പാക്കറ്റിൽ ഒരുപാട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഇതിലേക്ക് സെയിം അളവിൽ തന്നെ 1.5 കപ്പ് അളവിൽ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നത്. നേരെ ഈക്വലായിട്ട് എടുക്കുക കേട്ടോ, അരിപ്പൊടിയും മൈദയും. പുട്ടുപൊടി ഏഴുകയിൽ ഏത് അരിപ്പൊടിയും എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കാൻ പോകുന്നത് പാൽ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇതിന് പകരം പച്ചവെള്ളം ഉപയോഗിച്ചിട്ടും കുഴക്കാം. പക്ഷേ പാലുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക. അതിന് കറക്റ്റ് ഒരു അളവില്ല. നമ്മുടെ മാവ് ചപ്പാത്തി മാവിന് നമ്മൾ കുഴച്ചെടുക്കുന്നില്ല, അതേപോലെ ആയി കിട്ടണം. അത്ര വരെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലെടുത്തിട്ടുള്ളത് നോർമൽ ടെമ്പറേച്ചറിലുള്ളതാണ് കേട്ടോ, അല്ലാതെ ചൂടാക്കിയിട്ടോ അങ്ങനെയൊന്നുമല്ല. ചൂടുമില്ല തണുപ്പുമില്ല, നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലൊരു നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നുണ്ടല്ലോ, നല്ല സോഫ്റ്റ് മാവായിട്ട് ആ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പം, എത്രത്തോളം വലുപ്പമുള്ള പത്തിരി വേണോ അതിനനുസരിച്ചുള്ള ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഒരു റോളർ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഉരുളയാക്കി എടുക്കാവേ. എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിൽ നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് കട്ടിയിലും പരത്തണ്ട, എന്നാൽ ഭയങ്കര നേരിയതായിട്ടും പരത്തണ്ട കേട്ടോ. ഒരു മീഡിയം ലെവലിലായിട്ട് പരത്തിയെടുത്താൽ മതി. പിന്നെ വലുപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. ചിലവർക്ക് ചെറിയ ചെറിയ പത്തിരി ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് ചപ്പാത്തിയൊക്കെ പോലെ വലുതായിരിക്കും ഇഷ്ടം. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് പരത്തി വെച്ചിട്ട് ഒന്നിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ഓരോന്ന് പരത്തിയിട്ട് ഓരോന്നും ചുട്ടെടുക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ ചൂടായ പാനിലേക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നോർമൽ ചപ്പാത്തിയൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ 1-2 തവണ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ബബിൾസൊക്കെ വന്ന് ഒന്ന് കളറൊക്കെ മാറി വരും കേട്ടോ, നല്ലപോലെ പൊങ്ങിയിട്ടൊക്കെ വരും. അപ്പോൾ ഇതുപോലെ കണ്ടില്ല, ഒരു ബ്രൗൺ ഷെയ്ഡായി കളറൊന്നും മാറി വരുന്ന സമയത്ത് രണ്ട് സൈഡിലും നന്നായിട്ട് ബട്ടറാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്, അൺസാൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ ഈ ഒരു ബട്ടർ പത്തിരിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ബട്ടറും കൂടി ഉണ്ടാവും പറഞ്ഞിട്ട് കറക്റ്റ് ഫ്ലേവർ കിട്ടുക. അപ്പോൾ ബട്ടർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം, ഓയിൽ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ബട്ടറൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിക്കോളും. അതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ബട്ടറും ബ്രഷ് ചെയ്യുക, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ ബട്ടർ പത്തിരി മൊത്തത്തിൽ ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് ബെസ്റ്റ് കോംബോ ആയിട്ട് ചെയ്തെടുക്കുന്നത്, മസാലകളൊന്നും വഴറ്റി സമയം കളയാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1:100 വെയിറ്റ് വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ സൈസ്, കട്ടിങ് സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ പൊടിയുടെ എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും, അടുത്തത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഫെന്നൽ പൗഡറാണ്. പിന്നെ പാകത്തിലുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് വേണ്ടത്. അപ്പോൾ അത്യാവശ്യം ഒരു ബൾബ് വെളുത്തുള്ളി മൊത്തത്തിൽ നല്ല വലുപ്പമുള്ള സൈസ് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നേരെ പകുതിയോളം ഇഞ്ചി എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 3 വലിയ സവാള ഇതുപോലെ നമ്മൾ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, ബിരിയാണിക്ക് എടുക്കുന്ന പോലെ ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് പുളി കുറവുള്ള കട്ടിയുള്ള തൈരില്ല, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല ക്രീമി ആയിട്ടുള്ള തൈര്. അപ്പോൾ അതൊരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 14-15 അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മസാല റെഡിയാക്കി കൊടുക്കുക.
അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10, 15 മിനിറ്റൊക്കെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തിരുന്നല്ലോ, ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടല്ലേ ചേർത്തിട്ടുണ്ടായേ. അപ്പോൾ ആ ഒരു ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മസാല റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഫ്ലെയിം കൂട്ടി വെച്ചൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സാക്കി ഒന്ന് മൊത്തത്തിൽ ഓവറോൾ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ സെറ്റായി കഴിഞ്ഞാൽ മാത്രം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മുടെ ചിക്കന് ഏകദേശം ഒരു പകുതി വേവാകുന്നവരെ അടച്ച് വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല. കാരണം നമ്മൾ എല്ലാ ഐറ്റംസ് ചേർത്തിട്ടുണ്ടല്ലോ, തൈര് കാര്യങ്ങൾ എല്ലാം. പിന്നെ ചിക്കനും പ്രത്യേകിച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം വരികയും ചെയ്യും. അതുകൊണ്ട് വെള്ളം ഈ ഒരു സമയത്ത് ചേർക്കേണ്ട. ലാസ്റ്റ് ഗ്രേവി നോക്കിയിട്ട് ചേർക്കാം കേട്ടോ, എത്രത്തോളം ആവശ്യമുണ്ടെന്ന് വിചാരിച്ചാൽ. അങ്ങനെ ഇതാ നല്ലപോലെ മിക്സാക്കി ഞാനൊന്ന് തിളക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് അവിടെ അടച്ച് വെച്ച് കൊടുക്കുകയാണേ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പൊരിച്ച ഉള്ളിയും കാര്യങ്ങളൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മൈൻഡ് ചെയ്യാതെ നിൽക്കരുത്. ഇടയ്ക്കിടെ അടുപ്പ് തുറന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുക, ഇളക്കുക, തിരിച്ചോ മറിച്ചൊക്കെ ഇടണം കേട്ടോ. അങ്ങനെ ഇതാ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം വേവായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/4 വേവൊക്കെ ആയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാൻ നോക്കിയേ. നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ് സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഏതാണോ കയ്യിലുള്ളത് ചേർക്കാം. പിന്നെ കുറച്ചധികം തന്നെ മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. രണ്ടും കൂടി ടോട്ടൽ 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇലകൾ പ്രത്യേകം വേണം. ഈ ഒരു ചിക്കൻ കറി സ്പെഷ്യലാണ്, അതിൻ്റെ ആ ഒരു ഫ്ലേവർ പ്രത്യേകമായിട്ട് വേണം. അങ്ങനെ ഇത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ലാസ്റ്റ് 1, 2 പച്ചമുളക് ഒന്ന് കീറിയിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഗ്രേവി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൂസാക്കുക കേട്ടോ, എത്രത്തോളം വേണമെന്നുള്ളത് നോക്കിയിട്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 1, 1.5 കപ്പിൻ്റെ അടുത്തായിട്ട് നല്ല തിളച്ച വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ വീണ്ടും മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ച് വരേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ 1/4 വേവ് ചിക്കൻ ആകുന്ന സമയത്താണ് നമ്മൾ സോസ്, ഇലകൾ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഇതാ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് വെട്ടി തിളച്ച് വരേണ്ട പരിപാടിയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്തിന് കൂട്ടി കഴിക്കാനാണ് ഈ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ തിക്നെസ് തീരുമാനിക്കണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ നല്ലപോലെ വെട്ടി തിളച്ച് ഒന്നങ്ങ് കുറുക്കി എടുക്കുന്നുണ്ട്. അതായത് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഗ്രേവി ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനും ഫുള്ളായിട്ട് വെന്ത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഇത് കഴിക്കുക. ഒരുപാട് മെനക്കെട്ടുള്ള പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മുടെ പത്തിരിയും ഹൈദരാബാദി റെഡ് ചിക്കൻ കറിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കോംബോ ആണ് കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ പാർട്ടികളിലൊക്കെ നിങ്ങൾക്ക് സ്റ്റാർ ആയിക്കാൻ നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലും കോംബോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്